വളരെ ദൂരെ നിന്ന് നടന്നിട്ട് അവരാണ് വരുന്നത്. അപ്പോൾ പെരുവള്ളൂർ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് എത്തിപ്പെടാൻ ബസ് റൂട്ട് അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഈ ബസ് ഓടുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും സൗകര്യമുള്ളതാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ഞങ്ങൾ നടന്നാണ് പോകല്. അപ്പോൾ ഈ ബസ് വന്നപ്പോൾ ഭയങ്കര ഉപകാരമായി. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഗേൾസിനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഉപകാരമുണ്ട്. നമ്മൾ നടന്നേനി വന്നിരുന്നത്. അപ്പം പിന്നെ തിക്കും തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് ബസ്സിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഉപകാരം. ഈ ബസ്സിനാണ് പോണത്. വനിതകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാവുന്ന ഷീ ബസ്സുമായി മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്ത്. വനിതകൾക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ സൗജന്യമായി യാത്ര ചെയ്യാം എന്നു മാത്രമല്ല, ഒഴിവു സമയങ്ങളിൽ കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർക്ക് യോഗം ചേരാനും ബസ് പ്രയോജനപ്പെടുത്താം. അങ്ങനെ സഞ്ചരിക്കുന്ന കോൺഫറൻസ് ഹാളായും ബസ് ഓട്ടം തുടരും. പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ പെരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൽ കലാം മുൻപ് മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊപ്പം ന്യൂഡൽഹി സന്ദർശിച്ചപ്പോൾ അവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്കുള്ള ഷീ ബസ് കണ്ടതാണ് പെരുവള്ളൂരിലെ ഷീ ബസിന്റെ ആലോചനയ്ക്ക് പ്രചോദനമായത്. പ്രസിഡന്റുമാരുടെ ഒരു യാത്ര ഡൽഹിയിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് ഈ നാട്ടിലുള്ള എൻ്റെ പ്രദേശത്തുള്ള കുറച്ച് കുട്ടികൾ, അവിടെ ജേനിയിലും ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളുമായി നമ്മൾ സംവദിച്ചപ്പം അവരുടെ ഒരു കോൺഫിഡൻസിന് ഒരു കാരണമായിട്ട് അവർ പറഞ്ഞത്, ഈ ഡൽഹിയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, എവിടേക്കും ഞങ്ങൾക്ക് പോവാം, സൗജന്യമായ യാത്രയാണ്, സ്ത്രീകൾക്ക് മാത്രം ചെയ്യുന്ന ഒരു സംവിധാനമാണ്, അവിടെ ഒരു ധൈര്യം, ആത്മധൈര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന അവരുടെ സംസാരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എൻ്റെ നാട്ടിലെ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു സൗകര്യം, കാരണം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു സൗകര്യപ്രദമാവുന്ന തരത്തിലേക്ക് എൻ്റെ പ്രദേശത്തുകാർക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്കതൊന്ന് ആലോചിച്ചുകൂടെ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നൂതന പ്രോജക്റ്റായിട്ട് ഞാൻ സർക്കാർ ഇവിടെ DPCയിൽ സമർപ്പിച്ചത്. അതിൻ്റെ ഒരു 2 ലക്ഷ്യം കൂടി അതിൻ്റെ മുമ്പിലുണ്ട്. ഈ ബസ്സിൻ്റെ സമയത്ത് നമുക്ക് മൊബൈൽ അവയർനെസ് ബസ് എന്നും കൂടി ഇതിന് നാമകരണം ചെയ്തിട്ടുണ്ട്. കാരണം 12 മണി വരെ നമ്മൾ ഓടുകയുള്ളൂ, പിന്നെ 3 മണിക്ക് ശേഷമാണ്. ഇതിൻ്റെ ഇടയിലുള്ള സമയം കുടുംബശ്രീ യൂണിറ്റുകളിൽ ഈ ബസ് പോയിടും. എന്നിട്ട് പഞ്ചായത്തിൻ്റെ, സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ CDയും എന്താ പറയുക എല്ലാം ഇറക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ നമുക്കതിൽ വെച്ച് ഈ ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അപ്പോൾ നാട്ടിൽ എന്തൊക്കെ അറിയാതെ പോകുന്ന ഒരവസ്ഥ, ഈ നാട്ടിൽ അറിയാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അതിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് ഈ സന്ദേശങ്ങൾ നൽകാനുള്ള ഒരു ബോധവൽക്കരണ ബസ്സായിട്ടാണ് നമ്മൾ രണ്ടാമതായി ലക്ഷ്യം വെക്കുന്നത്. പ്രസിഡന്റ് കെ അബ്ദുൽ കലാം, വൈസ് പ്രസിഡന്റ് ആയിഷ ഫൈസൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഷീ ബസിന്റെ പരീക്ഷണ സർവീസ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇവിടെ സ്കൂളിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഗേൾസിന്, ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരുണ്ട്. വളരെ ദൂരെ നിന്ന് നടന്നിട്ട് അവരാണ് വരുന്നത്. അപ്പോൾ പെരുവള്ളൂർ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് എത്തിപ്പെടാൻ ബസ് റൂട്ട് അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഈ ബസ് ഓടുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും സൗകര്യമുള്ളതാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അവർക്ക് അത്രയും ദൂരം രാവിലെയും ഒക്കെ നടന്നു വരാനും, വൈകിട്ട് ഒരുപാട് നേരം വൈകിട്ടാണ്, 5:30യുടെ ഒക്കെ സമയം കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു ആശ്വാസമാണ്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബസ് ലേഡീസിന് ഫ്രീ ആണ്, ഗേൾസിന് ഫ്രീ ആണ്. അപ്പോൾ അത്രയും വലിയൊരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്ത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് പഞ്ചായത്തിനോട് നമുക്ക് വലിയ നന്ദിയുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ, ഒരുപാട് കുട്ടികളുണ്ട്, 1000-ന് മുകളിൽ കുട്ടികളാണ് ഞങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലുള്ളത്. അതിലും പകുതിയും പെൺകുട്ടികളാണ്. അപ്പോൾ ആ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. പിന്നെ അവരുടെ പാരൻസിനായാലും ശരി, എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു ഷീ ബസ്. ഏതായാലും ഈ ഒരു സംരംഭത്തിന് നല്ലൊരു തുടക്കമാണ്. നല്ല രീതിയിൽ എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ ബസ്സുകളും മറ്റും ഒക്കെ ലേഡീസിനായിട്ട് ഇറക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പെരുവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ പി അബ്ദുൽ ഹമീദ് MLA ബസ് നാടിന് സമർപ്പിച്ചു. ദിവസവും 6 ട്രിപ്പുകളാണ് ഉണ്ടാവുക. പരമാവധി 110 കിലോമീറ്റർ സർവീസാണ് ലക്ഷ്യം. ബസ്സിൽ തൽക്കാലം പുരുഷ ഡ്രൈവറാണ് ഉണ്ടാവുക. കണ്ടക്ടറും ക്ലീനറുമില്ല. വനിതാ ഡ്രൈവറെ ലഭിക്കും വരെ മാത്രമായിരിക്കും പുരുഷ ഡ്രൈവറുടെ സേവനം. പഞ്ചായത്തിൻ്റെ വിട്ട് അങ്ങോട്ടും പോകുന്നില്ല. പഞ്ചായത്തിൻ്റെ അകത്ത് മാത്രം യാത്ര നടത്തുക. പഞ്ചായത്ത് ഓഫീസ്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൃഷി ഓഫീസ്, വെറ്റിനറി ഹോസ്പിറ്റൽ, അങ്ങനെ തുടങ്ങി പഞ്ചായത്തിൻ്റെ അകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ സഹോദരിമാർക്ക് കയറി ഇറങ്ങാനും വരാനും പോകാനും ഉള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മളിതിൽ കാണുന്നത്. ഉദ്ദേശിക്കുന്നത് 110 കിലോമീറ്ററാണ്. ഒരു കിലോമീറ്ററിന് 65 രൂപ തോതിലാണ് ടെൻഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ പഞ്ചായത്തിന് ഒരു ബാധ്യതയില്ല, വാഹനത്തിൻ്റെ പരിചരണവും കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് ടെൻഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് 1 കിലോമീറ്റർ ഇത്ര രൂപ
ഒരു ദിവസം ഇത്ര കിലോമീറ്റർ ഓടിയാൽ അത്രയും നമ്മൾ GPS ഘടിപ്പിച്ച് കിലോമീറ്റർ കണക്കാക്കി അവർക്കുള്ള വാടക കൊടുക്കും. ഇതാണ്. ഇതൊരു പൈലറ്റ് പ്രോജക്റ്റാണ്. ഇതിൻ്റെ വിജയവും പരാജയവും കണ്ടതിന് ശേഷം അടുത്തതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുള്ളൂ. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മളിതിന് ഫണ്ട് വെച്ച് വനിതാ ഘടക പദ്ധതിയുടെ ഫണ്ടാണ് ഇത് നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. അവർക്ക് വേണ്ടി മാത്രമാണ്, വേറെ ആരും ഇതിൽ കയറുന്ന പ്രശ്നമില്ല. പിന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി നമ്മൾ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നുണ്ട്. കാരണം അവർ പരിശീലിച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്ത തരത്തിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ഡ്രൈവർ പുരുഷനാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മൾ പരമാവധി ഇപ്പം ഈ വർഷം ഞങ്ങൾ 100 വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കാനുള്ള നൂതന പദ്ധതിക്ക് അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. 100 വനിതകൾക്ക് പഞ്ചായത്ത് വൈകാതെ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നുമുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്കൂർ സർവീസ് ഉണ്ടാകില്ല. ആ സമയത്താണ് യോഗം ചേരാനായുള്ള സർവീസ്. ഓരോ ദിവസവും വ്യത്യസ്ത കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെത്തും. ആ സമയത്ത് ബസ്സിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് യോഗം ചേരാം. പഞ്ചായത്ത് സർക്കാർ പദ്ധതികളും മറ്റും ബസ്സിലെ LCD പ്രൊജക്ടർ വഴി പ്രദർശിപ്പിക്കുകയും ചെയ്യും. ബസ്സിന്റെ ഉദ്ഘാടനം നാട് ആഘോഷമാക്കി. ന്യൂസ് ഡെസ്ക് എയർ 1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.